മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ ജംഗ്ഷനിലെ സിഗ്നൽ അടച്ചിട്ട് 6 ദിവസമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ലാത്തതിനാൽ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈസ്റ്റ് പള്ളൂർ മാഹി റോഡ് അടഞ്ഞു കിടക്കുന്നതിനാൽ നൂറുകണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത്. സിഗ്നലിലെ ബാറ്ററികൾ കഴിഞ്ഞ ദിവസം മോഷണം പോയതിനെ തുടർന്നാണ് സിഗ്നൽ തടസ്സപ്പെട്ടത് കാരണം റോഡ് അടച്ചിട്ടത്. 5 ദിവസം കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ പിടിക്കാനോ പുതിയ ബാറ്ററി സ്ഥാപിക്കാനോ ഇതുവരെ സാധിച്ചില്ല. സിഗ്നൽ പ്രവർത്തനരഹിതമായതിനാൽ സ്പിന്നിംഗ് മിൽ മാഹി റോഡ് വഴിയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡിന്റെ മറുഭാഗത്തെത്താൻ സർവീസ് റോഡ് വഴി കറങ്ങി വേണം വാഹനങ്ങൾ കടന്നുപോകാൻ. ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ പലപ്പോഴും സർവീസ് റോഡിലൂടെ വൺ വേ തെറ്റിച്ചാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. നിരവധി യാത്രക്കാരുടെയും ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോകുന്ന നിരവധി വിദ്യാർത്ഥികളുടെയും യാത്ര ദുരിതപൂർണമായി. 3 മാസം കൊണ്ട് സിഗ്നലിൽ ക്യാമറയും ലൈറ്റുകളും സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് 7 മാസമായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകാതെയാണ് ഹൈവേ റോഡ് 1 വർഷം മുൻപ് യാത്രക്കാർക്ക് തുറന്നുകൊടുത്തത്. ഇനിയും പണി പൂർത്തിയാകാത്ത വടകര കരിമ്പനപ്പാലം മൂരാട് ഭാഗങ്ങളിൽ മുഴുവനായും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും സിഗ്നൽ ജംഗ്ഷനിൽ ഒരു ലൈറ്റ് പോലും പ്രവർത്തിപ്പിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കാത്ത പക്ഷം റോഡ് ഉപരോധികൾ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബ്ലോക്ക് ചെയ്ത കാരണം നമുക്ക് വെച്ചാൽ പോക്ക് വരവ് വളരെ ഇതായി. പിന്നെന്ന് വെച്ചാൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ ഈ ഹൈവേ കൊണ്ട് പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കാൻ പറ്റാത്ത രീതിയിലായി. ഇവിടെ നിന്ന് വെച്ചാൽ കവിയൂരേക്ക് 1 കിലോമീറ്ററും ചുറ്റി വളച്ചിട്ട് വേണം നമുക്കിപ്പോൾ മില്ലിൻ്റെ അടുത്തേക്ക് എത്തുക. ഇത്രയും 5-8 ദിവസമായിട്ട് ഇങ്ങനെ ഹൈവേ അടച്ചിട്ടിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുകയോ ഇതിനൊരു പരിഹാരം കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അധികാരികളിൽ എത്തിക്കുകയും ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.